2025 യൂണിയൻ ബഡ്ജറ്റ് പ്രഖ്യാപിച്ചുല്ലോ. അതിൽ 12 ലക്ഷം രൂപ വരെയുള്ള ആളുകൾക്ക് ഇൻകം ടാക്സ് അടയ്ക്കണ്ടെന്നുള്ള വലിയ ന്യൂസ് നമ്മൾ കേട്ടു അല്ലേ. പക്ഷേ ഇതിലൊരു ഡൗട്ടും ഉണ്ട്. നമ്മുടെ ടാക്സ് ലാബ് എടുത്ത് നോക്കുവാണെങ്കിൽ 4 ലക്ഷം രൂപ വരെ നമുക്ക് ടാക്സ് അടയ്ക്കണ്ട, സീറോ ടാക്സ് ആണ്. എന്നാൽ 4 ലക്ഷം മുതൽ 8 ലക്ഷം രൂപ വരെ നമുക്ക് 5% ടാക്സ് അടയ്ക്കേണ്ടതായിട്ടുണ്ട്. 8 ലക്ഷം രൂപ മുതൽ 12 ലക്ഷം രൂപ വരെ 10%. അങ്ങനെയാവുമ്പം ഈ 12 ലക്ഷം രൂപയ്ക്ക് എങ്ങനെയായിരിക്കും നമുക്ക് ടാക്സ് ഇല്ലാതെ കിട്ടുന്നത്? നോർമലി 12 ലക്ഷം ഇൻകം ഉള്ള ഒരാൾക്ക് 60,000 രൂപ ടാക്സ് അടയ്ക്കണം. പക്ഷേ നമുക്ക് അടയ്ക്കേണ്ട ഈ 60,000 രൂപ സെക്ഷൻ 87A പ്രകാരം നമുക്ക് ക്യാൻസൽ ആയി കിട്ടും. അങ്ങനെയാണ് ഈ 12 ലക്ഷം രൂപയ്ക്ക് നമുക്ക് ടാക്സ് അടയ്ക്കണ്ട എന്ന് സർക്കാർ പറയുന്നത്. അപ്പോൾ ഇത് ന്യൂ ടാക്സ് റെജീമിന്റെ അണ്ടറിലാണെന്നുള്ള കേസ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ഇൻകം എന്ന് പറയുന്നത് സാലറി ഇൻകം മാത്രമല്ല, നമുക്ക് ബിസിനസ്സിൽ നിന്നോ ബാക്കി എന്തിൽ നിന്നുള്ള ഇൻകം ആണെങ്കിലും അതിൻ്റെ അകത്ത് ഉൾപ്പെടും. പക്ഷെ നമുക്ക് ക്യാപിറ്റൽ ഗെയിൻ ആയിട്ടുള്ള പ്രോഫിറ്റുകൾ, അതായത് ഷെയർ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന ഇൻകം, നമ്മൾ സ്ഥലം വിറ്റതിന്റെ പ്രോഫിറ്റ്, ഇതൊന്നും ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുന്നതല്ല. അപ്പൊ ഈ പോയിന്റുകൾ ഏകദേശം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. എന്തിനായിരിക്കും സർക്കാർ ഇങ്ങനെ ഒരു നടപടി കൊണ്ടുവന്നത്? ഏതാണ്ട് 1 ലക്ഷം കോടി രൂപയുടെ നഷ്ടമാണ് സർക്കാർ ഇതിലൂടെ നേരിടാൻ പോകുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇൻകം ടാക്സ് ഫയൽ ചെയ്യുക എന്ന് പറയുന്നത് ഒരു ശരാശരി മനുഷ്യന്റെ ബേസിക് റൈറ്റ് ആണ്. ഏകദേശം 150 കോടി ജനങ്ങളുള്ള ഈ രാജ്യത്ത് ഏതാണ്ട് 10 കോടി ജനങ്ങൾ മാത്രം എങ്ങാണ്ടാണ് ഇൻകം ടാക്സ് ഫയൽ ചെയ്തിരിക്കുന്നത്. അതിൽ നിന്നൊരു മാറ്റം വരാൻ വേണ്ടിയിട്ടാണ് സർക്കാർ ഈ ഒരു കാര്യം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇങ്ങനെ ഒരു റിബേറ്റ് സിസ്റ്റം സർക്കാർ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കൂടുതൽ ആൾക്കാർ ഇൻകം ടാക്സ് ഫയൽ ചെയ്യാൻ എന്തായാലും പ്രചോദിതരായിരിക്കും. അതുപോലെ നമ്മുടെ പർച്ചേസിംഗ് പവറും കൂടുക ചെയ്യുന്നത്. കാരണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോർമലി നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നതിനേക്കാളും കൂടുതൽ മണി ഫ്ലോ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കൂടുകയാണല്ലോ ചെയ്യുന്നത് ഇതിലൂടെ. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് സാധനങ്ങൾ മേടിക്കും. അപ്പോൾ നമ്മുടെ എക്കണോമിക്കും നല്ലതായിട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിറ്റി കുറവുണ്ട് എന്നുണ്ടെങ്കിൽ ദയവ് ഇത് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് അത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേപോലെയുള്ള ഇനിയും അപ്ഡേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി ഫോളോ ചെയ്യുക.